ലോകത്താകമാനമുള്ള സിനിമാ പ്രേമികളെ ഭയപ്പെടുത്തിയ ചിത്രമായിരുന്നു ഹോളിവുഡ് സിനിമയായ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഒരു ഹൊറർ ഫ്രാഞ്ചൈസായി ഒരുങ്ങിയ സിനിമയിൽ ഇതുവരെ പുറത്തിറങ്ങിയത് 6 സിനിമകളാണ്. 2000-ലാണ് ആദ്യത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമ പുറത്തിറങ്ങുന്നത്. തുടർന്നെത്തിയ സിനിമകളൊക്കെ വലിയ വിജയങ്ങളായിരുന്നു. ഈ ഫ്രാഞ്ചൈസിയിലെ 7ാമത്തെ ചിത്രമായ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്നത്. റിലീസ് ചെയ്ത് 6 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് 28.05 കോടി സിനിമ നേടിയതായാണ് സാഗ്നിൽക്ക റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യ ദിനം 4.35 കോടി നേടിയ സിനിമ രണ്ടാം ദിവസം 5.10 കോടി വാരിക്കൂട്ടി. മികച്ച അഭിപ്രായമാണ് ഇന്ത്യയിൽ നിന്നും സിനിമയ്ക്ക് ലഭിക്കുന്നത്. ചിത്രം 50 കോടിയോളം ഇന്ത്യയിൽ നിന്ന് ഫൈനൽ കളക്ഷൻ നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ. ഈ ഫ്രാഞ്ചൈസിയിലെ മറ്റു സിനിമകളെ പോലെ ഹൊററും സസ്പെൻസും നിറയെ വയലൻസും ചേർന്നതാണ് സിനിമയെന്നാണ് റിവ്യൂകൾ വരുന്നത്. സാക് ലിപ്പോവിസ്കി, ആദം സ്റ്റെയിൻ എന്നിവർ ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗെയ്സ് ബുസിക്, ലോറി ഇവാൻസ് ട്രെയിലറാണ് സിനിമയ്ക്കായി തിരക്കഥയൊരുക്കുന്നത്. കേറ്റ്ലിൻ സാന്ത ജുവാന, ടിയോ ബ്രിയോൺസ്, റിച്ചാർഡ് ഹാർമോൺ, ഓവൻ പാട്രിക് ജോയിൻ തുടങ്ങിയവരാണ് സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ടോം ക്രൂയിസ് ചിത്രമായ മിഷൻ ഇംപോസിബിളിന് റിലീസ് കാരണം ഫൈനൽ ഡെസ്റ്റിനേഷന് ഇന്ത്യയിൽ ഐമാക്സ് സ്ക്രീനുകൾ ലഭിച്ചിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.